പക്ഷേ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല. ആ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചത്. അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശമുണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് KPC വിലയിരുത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ KPC പ്രസിഡന്റിനെ യോഗത്തിൽ സൂചിപ്പിച്ചു. നേതാക്കൾ തന്നെ ഇതൊക്കെ ഒരു ശ്രദ്ധ വേണ്ട കാര്യം. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഓരോ നിമിഷവും ഒരു എന്താ പറയേണ്ടത്, ഒരു സിനിമയിലെ പോലെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനം വീക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട്, പഴയ കാലം പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്, എല്ലാ പൊതുപ്രവർത്തകരും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ല, BJPയുടെ ഭീഷണിക്ക് വലിയ കഥയൊന്നുമില്ല. കാരണം 11,000-ൽ പരം വോട്ടിന് തോറ്റേൻ്റെ ദേഷ്യം MLA കാണിച്ചിട്ട് ഒരു കാര്യം. അത് ഇവിടെ നടക്കില്ല. ഇത് മോഡിയുടെ നാടല്ല. കാലുകുത്താൻ വിടില്ല ഖബറിലേക്ക്. അത് നമുക്ക് കാണാമല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു BJP നേതാക്കന്മാരും മര്യാദയ്ക്ക് നടക്കും. അതിനുള്ള കഴിവൊക്കെ കേരളത്തിൽ പാർട്ടിക്ക്. അത് അവരുടെ സങ്കുചിത മനസ്ഥിതിയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ജനവിഭാഗത്തിനോട് ഇന്ത്യയിൽ മൊത്തത്തിൽ, ക്രൈസ്തവരോട് കേരളത്തിന് പുറത്ത് ഒരേ മനോഭാവമാണ് BJP. അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ കാണിക്കുന്ന ക്രൈസ്തവരോടുള്ള സ്നേഹം കേരളത്തിന് പുറത്തില്ല. എന്നിട്ടും തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് തേർത്തി വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ജബൽപൂരിലെ സംഭവം. ഒരു ഫാദറെ കയറി തല്ലിയത്, അത് RSSകാരാണ് തല്ലിയത്. രണ്ടാമത് ഒഡീസയിലെ പള്ളി കയറിയിട്ട് ആക്രമിച്ച പോലീസാണ്. അടുത്ത ഒറീസയിലെ BJP സർക്കാരിൻ്റെ പോലീസാണ്. ഇവിടെ അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രദക്ഷിണം തടഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സ്ഥിരം നരേന്ദ്രമോദി പോകുന്ന ഒരു പള്ളിയാണ് അവിടുത്തെ സേക്രഡ് ഹാർട്ട് ദേവാലയം എന്ന് പറയുന്നത്. അവിടെയാണ് ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രദക്ഷിണം നിരോധിച്ചത്. ഓർഗനൈസറിലെ ലേഖനം, കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവർക്ക് ഉണ്ടെന്നുള്ള അവരുടെ കമൻറ്റ്. ഇപ്പോൾ മുനമ്പത്തും കണ്ടല്ലോ, ഇനി ഞാനത്തെ കിരൺ റിജിജുവിൻ്റെ വരവ് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെയായി. അപ്പോൾ ഇവരുടെ മനോഭാവത, ഇവർക്ക് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ. ആദ്യം ഹിന്ദുവൽക്കരണം പറയും, അത് കഴിഞ്ഞതിന് ശേഷം സവർണവൽക്കരണം വരും. ഇതൊക്കെ ഒരു ചൂണ്ടുവലകയാണ്. ഇത് കണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാം. ഈ സങ്കുചിത മനസ്ഥിതി എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ DVS വിഷയത്തിൽ പ്രതികരണം കൊടുത്തിരുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് മറുപടി